ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ തൃശ്ശൂർ അതിരൂപതയുടെ വികാരി ജനറൽ ബഹുമാനപ്പെട്ട ജെയ്സൺ അച്ച, നമ്മുടെ ഇടവകുവാരി ബഹുമാനപ്പെട്ട ജോൺസൺ ഒളിക്കേങ്കലച്ച, ബഹുമാനപ്പെട്ട സെൻറ് തോമസ് കപ്പൂച്ചിൻ പ്രൊവിൻസിൻ്റെ വിക്കർ പ്രൊവിൻഷ്യൽ ലോട്ടസ് അച്ച, MMB സമൂഹത്തിൻ്റെ സുപ്പീരിയർ ജനറൽ ബാസ്റ്റിൻ ബ്രദർ, MMB സമൂഹത്തിൻ്റെ പ്രൊവിൻഷ്യലായിരിക്കുന്ന ചുങ്കത്ത് ബ്രദർ, ബഹുമാനപ്പെട്ട ഡേവിഡ് അച്ച, മത്തായി അച്ച, ബഹുമാനപ്പെട്ട MMB സഹോദരന്മാരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, സമാധാനവും സൗഭാഗ്യവും പാച്ചേ ബേനെ. തന്നെ കണ്ടുമുട്ടുന്നവരോടെല്ലാം ഫ്രാൻസിസ് പറഞ്ഞിരുന്ന അഭിവാദനം അതായിരുന്നു: ക്രിസ്തുവിൻ്റെ സമാധാനവും സൗഭാഗ്യവും. 800 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഭൂഗർഭ അറയിൽ ഇരുമ്പ് പാളികൾ കൊണ്ട് ബന്ധിച്ചിരുന്ന ഒരു ശവകുടീരം സഭ എന്ന് തുറന്നു. ആ ശവപ്പെട്ടി താഴെ ഇറക്കി. വെറും 44 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മനുഷ്യൻ്റെ അസ്ഥികൂടങ്ങളാണ് അതിനുള്ളിലുള്ളത്. അത് വണങ്ങാൻ ഇന്നത്തെ കണക്ക് പ്രകാരം 5 ലക്ഷം പേരാണ് ഔദ്യോഗിക വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഫ്രാൻസിസ് അസീസിയുടെ ലോകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കുറച്ച് എല്ലും കഷ്ണങ്ങൾ കാണാൻ വേണ്ടി 5 ലക്ഷം പേരാണ് പേര് രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നത്. പ്രിയമുള്ളവരെ, സഭയിലെ വിശുദ്ധരിൽ അഗ്രഗണ്യനായ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ വർഷമാണ് ഇന്ന് സഭ ആഘോഷിക്കുന്നത്. സഭയുടെ ചരിത്രത്തിൽ ഒരു വിശുദ്ധൻ്റെ പേരിൽ ഇങ്ങനെ ഒരു വർഷം ആചരിച്ചിട്ടില്ല. ഫ്രാൻസിസിൻ്റെ പേരിൽ മാത്രമാണ് ഇങ്ങനെ ഒരു വർഷം ആഘോഷിക്കുന്നത്. എന്തുകൊണ്ടാണ് ഫ്രാൻസിസ് സഭയിൽ വിശുദ്ധരിൽ അഗ്രഗണ്യനായിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമുക്കെല്ലാവർക്കും ഫ്രാൻസിസിനെ കുറിച്ച് അത്രയും മറന്നുകൂടാ. ഫ്രാൻസിസിന്റെ 2 ശിഷ്യന്മാരെ നമുക്ക് ഫ്രാൻസിസിനേക്കാൾ അധികമായി അറിയാം. ഒന്നാമത്തെ ആള് അന്തോണിയോസ് പുണ്യാളനാണ്. വെറും 11 മാസം കൊണ്ടാണ് വിശുദ്ധനായി സഭ അന്തോണിയോസ് പുണ്യാളനെ പ്രഖ്യാപിച്ചത്, മരിച്ച് 11 മാസങ്ങൾക്ക് ശേഷം. രണ്ടാമത്തെ ആള് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈ നൂറ്റാണ്ടിൽ ജീവിച്ച് മരിച്ച, കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ച് മരിച്ച പാദ്രി പിയോയാണ്. ഫ്രാൻസിസിനെ കുറിച്ച് അധികം ആർക്കും ഫ്രാൻസിസിന്റെ ചരിത്രം അറിഞ്ഞുകൂടാ എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഫ്രാൻസിസ് എങ്ങനെയാണ് മറ്റു വിശുദ്ധരിൽ നിന്ന് വ്യത്യസ്തനായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ക്രിസ്തു, രണ്ടാം ക്രിസ്തു എന്ന് ഫ്രാൻസിസ് അറിയപ്പെടുന്നത്? സോളമനെ കുറിച്ച് നമുക്കറിയാം. സോളമനോട് ദൈവം ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? സോളമൻ പറഞ്ഞു, എനിക്ക് വേണ്ടത് ജ്ഞാനം മാത്രമാണ്, സമ്പത്തോ മറ്റു പ്രതാപവും ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് ജ്ഞാനം മാത്രം മതിയെന്ന്. ദൈവം പറഞ്ഞു, നീ ഇത് ചോദിച്ചതുകൊണ്ട് ബാക്കിയുള്ളതെല്ലാം നിനക്ക് ചേർക്കപ്പെടുന്നു. അതുകൊണ്ട് നമുക്കറിയാം, ലോകത്തിലെ തന്നെ ജ്ഞാനിയായ മനുഷ്യനായിട്ടാണ് സോളമൻ അറിയുന്നത്. അവന്റെ പ്രതാപത്തെ കുറിച്ച് നമ്മൾ വചനത്തിൽ വായിച്ചു കേൾക്കുന്നുണ്ട്. എന്നാൽ ഫ്രാൻസിസ് ദൈവത്തോട് ആവശ്യപ്പെട്ടത് ഒരു കാര്യം മാത്രമാണ്: ഈശോയെ, നിന്റെ പീഡാസഹനത്തിന്റെ വേദനയിലൂടെ കടന്നു പോകാൻ, നീ സഹിച്ച വേദനയിലൂടെ കടന്നു പോകാൻ എനിക്കൊരു അവസരം തരാമോ? ദൈവം ഫ്രാൻസിസിന്റെ പ്രാർത്ഥന കേട്ടു. ലോക ചരിത്രത്തിൽ ആദ്യമായി പഞ്ചക്ഷതധാരിയായി ഫ്രാൻസിസ് മാറപ്പെടുകയാണ്. 1224 ദൈവം അൽവേർണ മലയിൽ വെച്ച് ഈശോ കടന്നുപോയ അതേ വേദനയിലൂടെ, പഞ്ചക്ഷതങ്ങളിലൂടെ ഫ്രാൻസിസ് കടന്നു പോവുകയാണ്. അതുകൊണ്ടാണ് രണ്ടാമത്തെ ക്രിസ്തു എന്ന് ഫ്രാൻസിസ് അറിയപ്പെടുക. സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി പുൽക്കൂടുണ്ടാക്കിയത് ഫ്രാൻസിസാണ്. 1223 പുൽക്കൂട്ടിലെ ഉണ്ണീശോ എന്ന് പറയുമ്പോൾ നമ്മൾ പായസമൊക്കെ കാണുമ്പോൾ വായിൽ എങ്ങനെ വെള്ളം ഊറുമോ, അതിനേക്കാൾ അധികമായി ഫ്രാൻസിസിന്റെ വായിൽ കപ്പലോടിക്കാനുള്ള വെള്ളം വരും. കാരണം അത്രയേറെ കൊതിയോടെയാണ് ഫ്രാൻസിസ് പുൽക്കൂട്ടിൽ ഉണ്ണീശോയെ കണ്ടത്. അതുകൊണ്ട് അവസാന നാളുകളിൽ കാഴ്ചയ്ക്ക് മങ്ങി തുടങ്ങിയപ്പോൾ ഫ്രാൻസിസ് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു, നമുക്ക് ബത്ലഹേം പുനരാവിഷ്കരിക്കാം. ആ ഒരു പുൽക്കൂട് നിർമ്മാണമാണ് നമ്മളിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉണ്ണീശോയെ പുനരാവിഷ്കരിച്ച ഒരു വിശുദ്ധനാണ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് എന്ന് പറയുന്നത്. സമാധാനത്തിൻ്റെ
പ്രവാചകനായിട്ടാണ് ഫ്രാൻസിസ് അറിയപ്പെടുക. ഫ്രാൻസിസിനെ കുറിച്ച് നമുക്കറിയാവുന്ന ഒരു പ്രാർത്ഥനയാണ് സമാധാന പ്രാർത്ഥന. ദൈവമേ, എൻ്റെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ. എവിടെയൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടോ അവിടെയെല്ലാം സമാധാനത്തിൻ്റെ ദൂതനായിട്ടാണ് ഫ്രാൻസിസ് കടന്നു ചെന്നിരിക്കുക. മറ്റൊരു ഫ്രാൻസിസിനെ കുറിച്ചുള്ള വിശേഷണം എന്ന് പറയുന്നത്, പാശ്ചാത്യ ലോകത്ത് ആദ്യമായി ഒരു കവിത എഴുതിയത് ഫ്രാൻസിസാണ്. ഫ്രാൻസിസിൻ്റെ സൂര്യകീർത്തനം എന്ന് പറയുന്നത് പാശ്ചാത്യ ലോകത്തിൽ എഴുതപ്പെട്ട, ലോക്കൽ ഭാഷയിൽ എഴുതപ്പെട്ട ആദ്യത്തെ കവിത എന്ന് പറയുന്നത് ഫ്രാൻസിസിൻ്റെ കവിതയാണ്. ഈ ഭൂമിയിൽ പ്രകൃതിയെക്കുറിച്ചും മൃഗങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മളിപ്പോൾ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ അതിനേക്കാളൊക്കെ മുമ്പ് തന്നെ ഈ ഭൂമിയിലെ സർവ്വജീവജാലങ്ങളും കല്ലും മണ്ണുമൊക്കെ എൻ്റെ സഹോദരങ്ങളാണ്. സഹോദരൻ ചെന്നായി, സഹോദരി കുരുവി, സഹോദരി വെള്ളമേ, എല്ലാത്തിനോടും സഹോദരി സഹോദരൻ എന്ന് അഭിസംബോധന ചെയ്ത് സ്വർഗീയ പിതാവിൻ്റെ മക്കളായ ഇവരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ഫ്രാൻസിസാണ്. അതുകൊണ്ടാണ് പരിസ്ഥിതിയുടെ മധ്യസ്ഥനായി ഫ്രാൻസിസ് അറിയപ്പെടുക. ഏറ്റവും അവസാനമായി കുറേ വിശേഷണങ്ങളുണ്ട്. സഭയിൽ 3 റിലീജിയസ് ഓർഡേഴ്സിനെ സ്ഥാപിച്ചത് ഫ്രാൻസിസാണ്. ഫസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് കപ്പുച്ചിൻസ്, കൺവെൻജൽസ്, OFM എന്ന് പറയുന്ന പുരുഷ വിഭാഗത്തിന് വേണ്ടിയുള്ള കോൺഗ്രിഗേഷൻസ്. രണ്ടാമത് മിസ്റ്റർ ക്ലാരയുടെ പിൻഗാമികളായിട്ടുള്ള ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ. ഫ്രാൻസിസ് ഇങ്ങനെ 2 സഭ സ്ഥാപിച്ചപ്പോൾ അൽമായരായ ആളുകൾ ഫ്രാൻസിസിനോട് ചെന്ന് പറഞ്ഞു, ഞങ്ങൾക്കും നിന്റെ ചൈതന്യത്തിൽ ജീവിക്കണം, പശ്ചാത്താപത്തിൻ്റെ ചൈതന്യത്തിൽ ഞങ്ങൾക്കും ജീവിക്കണം. അങ്ങനെയാണ് ഫ്രാൻസിസ്കൻ 3-ാം സഭ, SFO എന്ന് പറയുന്ന 3 സഭകൾ ഫ്രാൻസിസ് തുടങ്ങുന്നത്. ഇത്രയേറെ വ്യത്യസ്തതകൾ ഉള്ള, ഇത്രയേറെ സമൂഹത്തിൽ സഭയ്ക്ക് വേണ്ടി ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ഫ്രാൻസിസ്. അതുകൊണ്ടാണ് സഭയിൽ അനിതര സാധാരണമായ ഒരു സ്ഥാനം ഫ്രാൻസിസിനുള്ളത്. നമ്മളിന്ന് പൂർണ്ണ ദണ്ഡവിമോചനത്തിനായി ഈ ദേവാലയത്തിലൂടെ പ്രവേശിക്കുമ്പോൾ എന്തായിരുന്നു ഫ്രാൻസിസിന് പാപങ്ങളെക്കുറിച്ച്, മറ്റുള്ളവരുടെ തെറ്റുകളെക്കുറിച്ച്, തന്നെക്കുറിച്ച് തന്നെയുള്ള ചിന്തകളെന്ന് ഫ്രാൻസിസിൻ്റെ തന്നെ ജീവിതത്തിൽ നിന്ന് നമ്മൾ നോക്കിക്കാണുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഫ്രാൻസിസിനെ സംബന്ധിച്ചിടത്തോളം ഫ്രാൻസിസ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സഭയുടെ ഇരുണ്ട കാലഘട്ടം എന്നാണ് പറയുന്നത്. സഭയിൽ ഏറ്റവും കൂടുതൽ അഴിമതികളെല്ലാം ഉള്ള സമയം തന്നെ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം സംഭവിക്കുമ്പോൾ നമ്മൾ ഉടനെ പറയും അയാളെ മാറ്റണം, അയാളെ ശരിയാക്കണം എന്ന് പറയാം. ഫ്രാൻസിസിൻ്റെ നിലപാട് അതായിരുന്നില്ല. ഫ്രാൻസിസ് റീപ്ലേസ് ചെയ്യുന്ന ആളുകളല്ല, മറിച്ച് റിപ്പയർ ചെയ്യുന്ന ആളാണ്. അത് ശരിയാക്കിയെടുക്കണം. ഫ്രാൻസിസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അദ്ദേഹം വചനം തുറന്നു വെച്ച് തനിക്കുണ്ടായിരുന്ന ഇൻസ്പിറേഷൻ അനുസരിച്ച് സുവിശേഷം ജീവിക്കാൻ എന്നെ അനുവദിക്കണമെന്ന് മാർപ്പാപ്പയുടെ അടുത്ത് ചെന്ന് പറയുമ്പോൾ മാർപ്പാപ്പ പറയുന്നുണ്ട്, ഫ്രാൻസിസിൻ്റെ വസ്ത്രം കാണുമ്പോൾ നീ പോയി പണി നോക്കടാന്നൊക്കെ ഇന്നത്തെ ഭാഷയിൽ പറയുന്നത് പോലെ ഫ്രാൻസിസിനോട് പറഞ്ഞു, നീ പോയി പന്നികളോട് സുവിശേഷം പ്രസംഗിക്കും. ഏതൊരാളുടെയും ആത്മാഭിമാനത്തെ തൊടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇത്രയും തീക്ഷ്ണതയോടെ സുവിശേഷം ജീവിക്കണമെന്ന് പറഞ്ഞ് മാർപ്പാപ്പയുടെ അടുത്തെത്തുമ്പോൾ ഫ്രാൻസിസിനോട് പറയുകയാണ്, നീ പോയി പന്നികളോട് സുവിശേഷം പ്രസംഗിക്കുക. ഫ്രാൻസിസ് അത് അങ്ങനെ തന്നെ അനുസരിച്ചു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുക. ഫ്രാൻസിസ് റോമിലെ പന്നിക്കൂട്ടിൽ ചെന്ന് ഇരിക്കുകയാണ്, അവരോട് വചനം പ്രസംഗിക്കുന്നു. മാർപ്പാപ്പ രാത്രി ഒരു സ്വപ്നം കാണുന്നു. ലാറ്ററൻ ദേവാലയം, മാർപ്പാപ്പയുടെ പ്രധാനപ്പെട്ട ദേവാലയം, ഇന്നത്തെ സെൻറ്റ് പീറ്റേഴ്സ് ഒക്കെ വരുന്നതിന് മുമ്പുള്ള ലാറ്ററൻ ദേവാലയം ഇതാ ചെരിഞ്ഞു വീഴുന്നു. ഒരു കുള്ളനായ മനുഷ്യൻ തൻ്റെ ചുമല് കൊണ്ട് ലാറ്ററൻ ദേവാലയത്തെ താങ്ങുന്നു. മാർപ്പാപ്പ സൂക്ഷിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി, അത് ഞാൻ ഇന്നലെ പത്നികളെ പ്രസംഗിക്കാൻ വിട്ട, പത്നികളോട് പ്രസംഗിക്കാൻ പറഞ്ഞ അതേ ഫ്രാൻസിസാണ്. ഫ്രാൻസിസിനെ തിരിച്ചു വിളിക്കുന്നു, സുവിശേഷം പ്രസംഗിക്കാൻ അനുവാദം കൊടുക്കുന്നു എന്നുള്ളതാണ്. ഫ്രാൻസിസ് സഭയോടൊത്ത് സഞ്ചരിച്ച ആളാണ്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം ഉള്ളപ്പെടും മറ്റുള്ളവരെ കുറിച്ചുള്ള ഫ്രാൻസിസിൻ്റെ നിലപാട് വളരെ പ്രത്യേകതയുള്ളതായിരുന്നു. ഒരിക്കലും ഒരു മനുഷ്യനെ കഴുമരത്തിലേറ്റാൻ ഫ്രാൻസിസിന് മുമ്പിലൂടെ കൊണ്ടുപോകുമ്പോൾ സഹോദരങ്ങൾ ചോദിക്കുന്നുണ്ട്, പിതാവേ, അവനെക്കുറിച്ചുള്ള നിൻ്റെ അഭിപ്രായം എന്താണ്? ഫ്രാൻസിസ് സഹോദരങ്ങളോട് പറയുന്നത് ഇങ്ങനെയാണ്: ദൈവകൃപയില്ലായിരുന്നെങ്കിൽ ഞാനും
അവനെ പോലെ ആയിരുന്നു. ഞാനിന്ന് എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണെന്ന് പൗലോസ് ലീഹായുടെ വചനങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയ ആളാണ്. നമുക്ക് എന്തെങ്കിലും നന്മകളുണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലും നന്നായി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദൈവകൃപയാലാണെന്ന് കൃത്യമായ ബോധ്യമുള്ള മനുഷ്യനായിരുന്നു. ഞാൻ പാപം ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ അതും ദൈവത്തിൻ്റെ കൃപയാലാണെന്ന് കൃത്യമായ ബോധ്യമുള്ളൊരു മനുഷ്യൻ. അതുകൊണ്ട് സഭയെ നവീകരിക്കുക എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്തം, നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ടാണ് സഭയെ നവീകരിക്കണമെന്ന് ഫ്രാൻസിസ് പഠിപ്പിച്ചത്. ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം, സഭയിലെ കുറവുകളിൽ, ബലഹീനതകളിൽ നമ്മളെ തന്നെ നവീകരിച്ചുകൊണ്ട് സഭയെ ശക്തിപ്പെടുത്താൻ ഫ്രാൻസിസ് നമ്മളെ ക്ഷണിക്കുകയാണ്. രണ്ടാമതായി ഫ്രാൻസിസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വിശേഷണമായി എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ക്ഷമ കൊടുക്കാൻ പഠിച്ചവനായിരുന്നു ഫ്രാൻസിസ്. ഫ്രാൻസിസ് തൻ്റെ സുപ്പീരിയേഴ്സിന് കത്തെഴുതുമ്പോൾ ഫ്രാൻസിസ് സുപ്പീരിയേഴ്സിനോട് പറയുന്നത് എങ്ങനെയാണ്: നിങ്ങളുടെ ആശ്രമത്തിൽ ഏതെങ്കിലും ഒരു അന്തേവാസി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ സുപ്പീരിയർ ആയിരിക്കുന്ന നീ, ആശ്രമത്തിൻ്റെ അധിപനായിരിക്കുന്ന നീ, അവൻ നിന്റെ അടുത്ത് വന്ന് ക്ഷമ ചോദിച്ചില്ലെങ്കിൽ, എനിക്ക് തെറ്റ് പറ്റിയെന്ന് ക്ഷമ ചോദിച്ചില്ലെങ്കിൽ നീ അവൻ്റെ അടുത്ത് ചെന്ന് പറയണമെന്ത്? അല്ലയോ സഹോദര, ഞാൻ നിന്നോട് ക്ഷമിച്ചോട്ടെ എന്ന്. അല്ലയോ സഹോദര, ഞാൻ നിന്നോട് ക്ഷമിച്ചോട്ടെ എന്ന് ആശ്രമത്തിൻ്റെ അധിപൻ അന്തേവാസിയോട് ചെന്ന് പറയാൻ എഴുതി വെച്ചത് ഫ്രാൻസിസ് തൻ്റെ കത്തുകളിലാണ്. നമ്മളും നമ്മുടെ ചുറ്റുമുള്ളവരിൽ നമ്മളെ വേദനിപ്പിച്ചവരോട്, നമ്മുടെ ഭാര്യയോടായിരിക്കാം, മക്കളോടായിരിക്കാം, ഞാനൊന്ന് ക്ഷമിച്ചോട്ടെ എന്ന് ചോദിക്കേണ്ട വർഷത്തിലാണ് നമ്മളായിരിക്കുക. നമ്മുടെ ചുറ്റുമുള്ളവരിൽ നമ്മളെ നൊമ്പരപ്പെടുത്തിയവരോട് ക്ഷമ കൊടുക്കാനാണ് ഫ്രാൻസിസ് നമ്മളെ ക്ഷണിക്കുക. ഫ്രാൻസിസിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഫ്രാൻസിസ് എപ്പോഴും കഴുതപ്പുറത്താണ് സഞ്ചരിച്ചിരുന്നത്. കണ്ണു കാണാൻ പറ്റാത്ത ഒക്കെ അവസരത്തിൽ ഒരു വയൽ വരമ്പത്തുകൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു മനുഷ്യൻ കടന്നു വന്ന് ഫ്രാൻസിസിനോട് ചോദിക്കുന്നുണ്ട്, എല്ലാവരും ഇത്രയധികം പുകഴ്ത്തി സംസാരിക്കുന്ന ഫ്രാൻസിസ് തന്നെയാണോ നിങ്ങൾ? എല്ലാവരും ഇത്രയധികം പുകഴ്ത്തി സംസാരിക്കുന്ന ഫ്രാൻസിസ് തന്നെയാണോ നിങ്ങൾ? ഫ്രാൻസിസ് പറയുന്നു, അതെ. ആ കർഷകൻ ഫ്രാൻസിസിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: എങ്കിൽ സൂക്ഷിക്കുക, എല്ലാവരും നിങ്ങളെക്കുറിച്ച് കരുതുന്ന അത്രയും നല്ലവനായിരിക്കാൻ ശ്രമിക്കുക. നിങ്ങളെ വിശ്വസിക്കുന്നവർക്ക് നിരാശയുണ്ടാകാൻ ഇടയാക്കരുത്. നിന്നെക്കുറിച്ച് എത്ര നല്ലവനാണെന്ന് മറ്റുള്ളവർ കരുതുന്നുവോ അത്രത്തോളം നല്ലവനായിരിക്കാൻ നീ പരിശ്രമിക്കുക. നിന്നെ വിശ്വസിക്കുന്നവർക്ക് നിരാശയുണ്ടാകാൻ ഇടയാകരുത്. ഫ്രാൻസിസ് ഉടനെ കഴുതപ്പുറത്ത് നിന്നിറങ്ങി ഈ കർഷകൻ്റെ പാദം ചുംബിച്ചു. എന്നിട്ട് തൻ്റെ സഹോദരനായ ലിയോയോട് പറയുന്നുണ്ട്, ലിയോ, നീ കണ്ടോ, ദൈവം എന്നെ വന്ന് ശാസിച്ചു പോയത് നീ കണ്ടോ? പ്രിയമുള്ളവരെ, നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്രിയ. മരണം വരെ ആ പ്രക്രിയയിൽ ഉൾപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഫ്രാൻസിസ് മരണക്കിടക്കയിൽ വെച്ച് തൻ്റെ സഹോദരങ്ങളെ വിളിച്ചു ചേർത്ത് അവരോട് ഇങ്ങനെയാണ് പറഞ്ഞത്: പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ഇതുവരെയും ഒന്നും തന്നെ ചെയ്തിട്ടില്ല. നമുക്കിനിയെങ്കിലും സ്നേഹിക്കാൻ തുടങ്ങാം. സ്നേഹഗായകനെന്ന് ജീവിതം കൊണ്ട് തെളിയിച്ച ഫ്രാൻസിസ് തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ പറയുന്ന കാര്യം ഇതാണ്: സഹോദരങ്ങളെ, നമ്മൾ ഇതുവരെയും ഒന്നും തന്നെ ചെയ്തിട്ടില്ല. നമുക്കിനി കുറച്ചുകൂടി സ്നേഹിക്കാൻ തുടങ്ങാമെന്ന്. പ്രിയമുള്ളവരെ, ഫ്രാൻസിസ് പഠിപ്പിച്ചു തന്ന സ്നേഹത്തിൻ്റെ, ക്ഷമയുടെ, സ്വയം വിശദീകരണത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കാനാണ് സഭ എന്ന് നമ്മളെ ക്ഷണിക്കുക. സഭ നമുക്ക് വേണ്ടി തുറന്നു തന്നിരിക്കുന്ന ഈ ക്ഷമയുടെ വാതിൽ, ഈ സ്നേഹത്തിൻ്റെ വാതിൽ, ഈ കൃപയുടെ വാതിൽ പ്രയോജനപ്പെടുത്താൻ നമുക്ക് പരിശ്രമിക്കാം. എന്തുകൊണ്ടാണ് ഫ്രാൻസിസിൻ്റെ പേരിൽ ഈ പൂർണ്ണ ദണ്ഡവിമോചനം എന്ന് ഞാൻ പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം, ഫ്രാൻസിസ് തൻ്റെ പ്രിയപ്പെട്ട ദേവാലയമായ പൂർസിംഗിലായിൽ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട്, ഈശോയും പരിശുദ്ധമ്മയും പ്രത്യക്ഷപ്പെട്ടിട്ട് ഫ്രാൻസിസിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താണ് വേണ്ടത്? ഫ്രാൻസിസിനെ സംബന്ധിച്ചിടത്തോളം ഫ്രാൻസിസിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് എല്ലാവരും സ്വർഗത്തിൽ പോകണമെന്നാണ്. ഫ്രാൻസിസിനെ കുറിച്ച് പുസ്തകം എഴുതിയ കസിൻഡിസാർക്കിസ് അദ്ദേഹം ഭാവനാരൂപത്തിൽ ദൈവത്തോട് ഫ്രാൻസിസ് പറയുന്ന പോലെ ഇങ്ങനെ എഴുതി വയ്ക്കുന്നുണ്ട്. ഫ്രാൻസിസ് പറയുകയാണ്, ദൈവത്തിൻ്റെ ക്ഷമ എന്ന് പറയുന്നത് നമുക്കൊന്നും പറയാൻ കഴിയാത്തതിനപ്പുറമാണ്.
ദൈവം വേണമെങ്കിൽ സാത്താൻ മനസ്തപിച്ചാൽ സാത്തോരോട് പോലും ക്ഷമിച്ചു കളഞ്ഞേക്കും എന്ന് പറഞ്ഞാൽ എത്ര വലിയ കൊടും പാപിയാണെങ്കിലും ദൈവം ക്ഷമിക്കാൻ തയ്യാറാണ്, നമ്മൾ അനുദപിക്കാൻ തയ്യാറാണ്. കുർസിങ്കിലായി പ്രത്യക്ഷപ്പെട്ട മാതാവിനോടും ഈശോയോടും ഫ്രാൻസിസ് പറയുന്നത് ഇങ്ങനെയാണ്: ഈ ദേവാലയത്തിൽ, ഈ പുർസിങ്കില ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് പാപമോചനം, ദണ്ഡവിമോചനം നൽകണമെന്ന് ഫ്രാൻസിസ് ആവശ്യപ്പെടുകയാണ്. ഫ്രാൻസിസിനോട് കിട്ടിയ ദർശനത്തിൽ ഫ്രാൻസിസിനോട് പറയുന്നുണ്ട്, നീ പോപ്പിനോട് ചെന്ന് ആവശ്യപ്പെടാം. അങ്ങനെ ഫ്രാൻസിസ് അന്നത്തെ ഇന്നസെന്റ് മാർപ്പാപ്പയോട് അപേക്ഷിക്കുകയും പുസ്തകില ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ഉപസാരിച്ച് മനസ്തപിച്ച് മാർപ്പാപ്പയുടെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം ഉണ്ടെന്നുള്ളത് ഇന്ന് വരെയുള്ള ഒരു ചരിത്ര സത്യമാണ്. മിക്കവാറും അത് തന്നെയായിരിക്കാം. കാരണം ദ പെനിറ്റൻസ് ഓഫ് അസീസി എന്നാണ് ഫ്രാൻസിസിൻ്റെ ആദ്യത്തെ കൂട്ടാളികളെ വിളിച്ച് പറയുക. കാരണം മനസ്തപിച്ച് വിശുദ്ധീകരണത്തിൻ്റെ ജീവിതം നയിക്കുന്ന ഒരു മാതൃക നൽകുന്ന ഒരു കൂട്ടായ്മയ്ക്കാണ് ഫ്രാൻസിസ് തുടക്കം കുറിച്ചത്. പ്രിയമുള്ളവരെ, നമുക്ക് അനുദപിക്കാം. നമ്മുടെ പാപ സാഹചര്യങ്ങളെക്കുറിച്ച്, നമ്മുടെ വീഴ്ചകളെക്കുറിച്ച്, നമ്മുടെ ബലഹീനതകളെക്കുറിച്ച് ഇത്ര നന്നായി അറിയുന്ന തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് നമുക്കണയാം. കർത്താവിൻ്റെ പാപക്ഷമ യാചിച്ചുകൊണ്ട് കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഫ്രാൻസിസ് അസീസിയുടെ മാധ്യസ്ഥ്യവും പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥ്യവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.